ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് തിയറി ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് ദ ഫണ്ട് ഓർ സോഴ്സസ് ഫോർ ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് ആണ് നമുക്ക് ബോണസ് ഇഷ്യൂവിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ സോഴ്സസ് അല്ലെങ്കിൽ ഫണ്ട്സ് ആണുള്ളത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അല്ലേ, CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോണസ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷെയർ പ്രീമിയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയോ ഒക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് നമുക്ക് എന്തായിട്ട് ഇഷ്യൂ ചെയ്യാം? ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബോണസ് ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ റിസർവ്സ്, നമ്മുടെ ജനറൽ റിസർവ്സിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും സർപ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സർപ്ലസിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ഇല്ലേ, ആ ഫിക്സഡ് അസറ്റിൽ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു, നമുക്ക് അതിന് പകരം എന്ത് കിട്ടി? ക്യാഷ് കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ അതെന്താണ്? ശരിക്കും നമുക്കൊരു പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത് അല്ലേ. ക്യാപിറ്റൽ റിസർവിൽ ഒരു പ്രോഫിറ്റ് വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഫിറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡിബഞ്ചേഴ്സ് റിഡംഷൻ ഉണ്ട് അല്ലേ, റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആ റീപേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലെ CRRും സെക്യൂരിറ്റീസ് പ്രീമിയവും നമ്മൾ ക്യാഷ് ആയിട്ടാണ് കളക്ട് ചെയ്തതെങ്കിൽ അത് നമുക്ക് എന്തിനു മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ ബോണസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളി പെയ്ഡ് ആയത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും കളക്ട് ചെയ്ത ക്യാഷ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പാർട്ട്ലി ഒന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഷെയർസ് പേ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ CRRും സെക്യൂരിറ്റി പ്രീമിയമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാഷ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ ദ കണ്ടീഷൻസ് ഓർ പ്രൊവിഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ റെഡീമിങ് പ്രിഫറൻസ് ഷെയർസ്. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം? ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം? ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിളിൽ റിഡംഷനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻ എന്തായിരിക്കണം? എഴുതിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എന്തിലാണ്? നമ്മുടെ റിഡംഷനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ ആ ഒരു ആർട്ടിക്കിളിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എമൗണ്ട്, ക്യാപിറ്റൽ റിസർവിലെ എമൗണ്ട് നമുക്ക് റിഡംഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൽ നിന്നുള്ള ഫ്രഷ് ഇഷ്യൂയിൽ നിന്നുള്ളത് നമുക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ റിഡംഷനെ കുറിച്ചിട്ടുള്ള നോട്ടീസ് നമ്മുടെ രജിസ്ട്രാർക്ക് ഒരു 30 ദിവസത്തിനുള്ളിൽ, നമ്മുടെ ഡേറ്റ് ഓഫ് റിഡംഷന് തൊട്ടിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അയച്ചിരിക്കണം, രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം ഇങ്ങനൊരു റിഡംഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ റിഡംഷൻ, നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ചെയ്യുമ്പോൾ വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ റിഡംഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊവിഷൻ ആർട്ടിക്കിളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവിലെ എമൗണ്ട് നമുക്ക് റിഡംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സും നമുക്ക് റിഡംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ റിഡംഷൻ്റെ നോട്ടീസ് ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർക്ക്, നമ്മുടെ ഡേറ്റ് ഓഫ് റിഡംഷന് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർക്ക് അയച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പ്രൊവിഷൻസ് ആണ് വരുന്നത് കേട്ടോ. അടുത്തതാണ്
മെൻഷൻ കണ്ടീഷൻസ് ഓർ പ്രൊവിഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ കേസിൽ വരുന്ന മെൻഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ആണെങ്കിൽ, അടുത്തത് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോക്കേണ്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? നമ്മുടെ ആർട്ടിക്കിൾസിൽ അതെന്ത് ചെയ്തിരിക്കണം? അതോറൈസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം? അപ്രൂവൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനിക്ക് ഈ ഒരു ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ മാത്രം സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും റിസർവ്സും ഉണ്ടായിരിക്കണം. സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടായിരിക്കണം അതെന്ത് ചെയ്യേണ്ടത്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് വരുന്നത്? ആർട്ടിക്കിൾസ് ഓതറൈസ്ഡ് ആയിരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം, സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ് എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനില്ലേ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിൻ്റെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ്, അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതരുത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തോളൂ. കാരണം 5 മാർക്കിനുള്ളത് വേണമല്ലോ. പോയിന്റ് ഉണ്ടെങ്കിൽ കൂടിയും 5 മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കുറച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ പോയിൻറ്റ്സ് ആയാലും എഴുതിയാൽ മതി. കാരണം അത് അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.